ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസമായി ഞാനിങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടെ പലരും ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാലും എന്നാലും ചിലർക്കൊക്കെ ഉണ്ടാവും. അപ്പം അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അത് ഡേയും നൈറ്റും എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഏത് സ്കിൻ ടൈപ്പിലുള്ളവരാണെങ്കിലും അതൊരു പ്രോപ്പർ സ്കിൻ കെയർ നമുക്ക് വേണമല്ലോ, ഒരു റുട്ടീൻ വേണമല്ലോ. അപ്പം അതിനുവേണ്ടിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരുപാട് നാളായി, കുറച്ച് നാളായിട്ടുണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കേട്ടോ. ചില തിരക്കുകൾ കാരണമാണ് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഞാൻ ഡേയിൽ എങ്ങനെ നമ്മുടെ പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലെൻസ് ചെയ്യുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളൊരു നല്ലൊരു ഫേസ് വാഷ്, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ടോണർ ഇടുക കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബ്രാൻഡിലുള്ള ഒരു ടോണർ യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് ടോണർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് ശേഷം ചെയ്യേണ്ടതാണ് നമ്മുടെ ഒരു സെറം യൂസ് ചെയ്യുക. അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു സെറം നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പം യൂസ് ചെയ്യുന്നൊരു സെറം എന്ന് പറയുന്നത് നമ്മുടെ മാമാർത്തിൻ്റെ വിറ്റമിൻ സിയുടെ ഒരു സെറമാണ് കേട്ടോ. അത് നല്ലൊരു സെറമാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതാണ്, ഇപ്പോൾ മാമാർത്തിൻ്റെ പ്രൊഡക്ട്സുകളെല്ലാം തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡുമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള സെറം അത് യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ 1-2 സെറം ഏതൊക്കെയാണെന്നുള്ളത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നത് ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം കേട്ടോ. അത് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഐ ക്രീം യൂസ് ചെയ്യുക. അതായത് നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് അല്ല, നമ്മുടെ കണ്ണിനടിയിലുള്ള കറുത്ത പാടുകളുണ്ടല്ലോ, അപ്പം അത് ഉള്ളവർക്ക് ഒരു ഐ ക്രീം യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആക്നി സ്പോട്ടുകളൊക്കെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ യൂസ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഒരു ക്രീം അതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു സ്പോട്ടിൽ മാത്രം അത് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അതിന് ശേഷമാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. പലർക്കും ഈ ഒരു ഓർഡർ അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അതായത് ആദ്യം സെറം യൂസ് ചെയ്യണോ അതിന് ശേഷമാണോ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പം ആദ്യം യൂസ് ചെയ്യേണ്ടത് നമുക്ക് സെറം യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഐ ക്രീമും ആക്നി സ്പോട്ട് ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും യൂസ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ചെയ്യേണ്ടതാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. നമ്മൾ സൺസ്ക്രീന് ഇട്ടതിന് ശേഷം ഒരു 15-20 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ ഫൗണ്ടേഷൻ എന്താണെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്യാവൂ കേട്ടോ. കാരണം നമ്മുടെ സൺസ്ക്രീൻ നന്നായിട്ട് നമ്മുടെ മുഖത്ത് അബ്സോർബ് ആയതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാവൂ. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പം എല്ലാവരും ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു. നമ്മൾ സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫൗണ്ടേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇനി ഞാൻ നൈറ്റ് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇനി നൈറ്റിലോട്ടുള്ള നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മുടെ മേക്കപ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. നല്ലൊരു ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോണർ വെച്ച് നന്നായിട്ട് നമ്മുടെ ഫേസിലെ എല്ലാ മേക്കപ്പ് റിമൂവ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മളൊരു ക്ലെൻസർ, ഫേസ് വാഷ് ഏതാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്ത് ഫേസ് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ടോണർ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ്, അതായത് നമ്മുടെ ആൻറ്റി ഏജിങ്ങിനുള്ളതോ അല്ലെങ്കിൽ റെറ്റിനോള്, പിന്നെ ആൻറ്റി ഏജിങ് സെറം, HA പീൽ അല്ലെങ്കിൽ ക്ലേ മാസ്ക് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ എന്തെങ്കിലും ഹൈഡ്രേറ്റിംഗ് മാസ്കോ അല്ലെങ്കിൽ ഒരു ഫേസ് ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക്
എന്താ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു കുറച്ച് പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് സൈഡിൽ കൊടുത്തിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നൈറ്റ് ക്രീമോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സ്കിൻ റൊട്ടീൻ എന്ന് പറയുന്നത്. ഡേയും നൈറ്റുമുള്ള ഒരു സ്കിൻ റൊട്ടീൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പം പലർക്കും ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. സെറം യൂസ് ചെയ്തിട്ടാണോ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത്, അതായത് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടാണോ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്, ഇതൊന്നും പലർക്കും അറിയില്ല. അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഒന്ന് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും എന്താണ് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ള സ്കിൻ കെയർ സ്കിൻ കെയറുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഏതുതരം വീഡിയോസൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.